ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ 23-ാം ദിവസമായ ഇന്ന് നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 130. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചന ശ്രദ്ധിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ആഴത്തിൽ നിന്ന് നാം നിലവിളിക്കുകയും കരയുകയും കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുമ്പോൾ വായിക്കാവുന്നതായിട്ടുള്ള സങ്കീർത്തനമാകുന്നുവല്ലോ 130. ഇതിൽ വീണ്ടെടുപ്പിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഭയത്തിന്റെയും പ്രത്യാശയുടെയും വിപരീത വികാരങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രസ്താവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ആഴത്തിൽ നിന്ന് വരേണ്ടതിന് നമ്മെ താഴ്ത്തുവാൻ ദൈവം നിർബന്ധിതനാകുന്നു. യോസഫിനു വേണ്ടി മിസ്രയീമിലും ദാവീദിനു വേണ്ടി ഇസ്രായേലിനും ദാനിയേലിനെ ഉയർത്തേണ്ടതിന് ബാബേലിനും ദൈവം അവരെ ആഴമേറിയ വെള്ളത്തിൽ എറിഞ്ഞു. നമ്മെ ഉണർത്തുവാൻ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. താഴ്മയോടുകൂടി തീക്ഷണമായി ദൈവത്തിങ്കിലേക്ക് ഭക്തിയോടും ഭയത്തോടും പ്രാർത്ഥന കഴിക്കുവാനാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആർദ്ര കരുണയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമ്പൂർണവും സൗജന്യവുമായ പാപക്ഷമയാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. ദൈവം കരുണാസമ്പന്നനായതിനാൽ പാപത്തിന് ഒരു യാഗം അവനൊരുക്കി. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തന്നെ സമീപിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ പാപക്ഷമ നൽകുന്നു. കൃപയാണ് ദൈവത്തെ ഭയപ്പെടുവാൻ മനുഷ്യനെ നയിക്കുന്നത്. സ്നേഹത്താൽ ഭയം മാറിപ്പോകും. വീണ്ടും ദൈവത്തിനായി കാത്തിരിക്കുക. ശരിയായ അനുതാപം പ്രത്യാശ ജനിപ്പിക്കുന്നതാണ്. ശുഭപ്രതീക്ഷയും ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആണിക്കല്ലുകൾ. നാം പ്രത്യാശ അർപ്പിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. നോമ്പിന്റെ നാളുകളിലൂടെ നാം കടന്നുപോകുമ്പോൾ ആഴത്തിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം കരുണ നിറഞ്ഞവനാണെന്നും പാപക്ഷമയ്ക്കായി പ്രത്യാശ വച്ചിരിക്കുന്നവരെ സർവശക്തനായ ദൈവം കൈവിടില്ല എന്നും സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വരുവാനും ആഴത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നിലവിളിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ജീവിത പ്രതിസന്ധിയിൽ ആഴത്തിൽ നിന്ന് നിലവിളിക്കുവാൻ പ്രയാസങ്ങളിൽ കഴിയുന്നവർക്ക് അങ്ങേ കാട്ടിക്കൊടുപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ആമേൻ.